Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഡർ എന്താണെന്നും റേറ്റ് ലോ എന്താണെന്നും കണ്ടു. Then the next one, molecularity of a reaction. എന്താണ് molecularity? നമുക്ക് നോക്കാം. The number of reacting species, atoms, ions or molecules taking part in an elementary reaction, which collide simultaneously in order to bring about a chemical reaction, is called molecularity of a reaction. An elementary reaction, a reaction takes place in a single step. അതായത് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനെയാണ് elementary reaction എന്ന് പറയുക. A reaction carried out in a single step. ഒരു elementary reactionലെ റിയാക്ടിംഗ് സ്പീഷീസിന്റെ അതായത് ആറ്റം, അയോൺ ഓർ മോളിക്യൂൾസിന്റെ എണ്ണത്തിനെയാണ് മോളിക്യുലാരിറ്റി എന്ന് പറയുക. ഈ റിയാക്ടിംഗ് സ്പീഷീസ് സൈമൾട്ടേനിയസ് കൊളീഷൻ നടത്തിയാണ് കെമിക്കൽ റിയാക്ഷൻ ഫോം ചെയ്യുന്നത്. Chemical species taking part in an elementary reaction. ഒരു elementary reactionലെ chemical speciesന്റെ എണ്ണം അതിനെയാണ് പറയുക molecularity. Which collide simultaneously to bring about a chemical reaction. അതായത് മോളിക്യൂൾസ് തമ്മിൽ അതായത് കെമിക്കൽ സ്പീഷീസ് തമ്മിൽ കൊളീഷൻ നടത്തിയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടു, ഇവിടെ മൂന്ന് മോളിക്യൂൾസ് ആണ് സൈമൾട്ടേനിയസ് കൊളീഷൻ നടത്തുന്നതെങ്കിൽ ഇവിടെ അതൊരു എലമെന്ററി റിയാക്ഷൻ ആയിരിക്കും. ഇവിടെ സൈമൾട്ടേനിയസ് കൊളീഷൻ ആയിരിക്കും നടക്കുക. And this reaction takes place in a single step. റിയാക്ഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ് നടക്കുക. അതായത് ഇവിടെയുള്ള എല്ലാ റിയാക്ടന്റ് മോളിക്യൂൾസും സൈമൾട്ടേനിയസ് ആയിട്ട് കൊളീഷൻ നടത്തുന്നു. ഇവിടെ എത്ര മോളിക്യൂൾ ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? ഒരു അമോണിയം നൈട്രൈഡ് മോളിക്യൂൾ. ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം നൈട്രൈഡ് ഒരു മോളിക്യൂൾ ആണ് ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുക. ദാറ്റ് മീൻസ് മോളിക്യുലാരിറ്റി 1. ഇനി അടുത്തത് 2HI gives H2 plus I2. ഓർഡർ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഓർഡർ 2. Then മോളിക്യുലാരിറ്റി എത്ര മോളിക്യൂൾ ആണ്? 2 ഹൈഡ്രജൻ മോളിക്യൂൾ. And here the molecularity 2. Then 2NO plus O2 gives 2NO2. Then order, here order other experimental quantity ആണ്, അത് 3 ആണ്, കണ്ടുപിടിച്ചതാണ്. ഇനി molecularity, and here the molecularity എങ്ങനെ വരും? 2 നൈട്രിക് ഓക്സൈഡ് മോളിക്യൂളും ഒരു ഓക്സിജനും 2 plus 1 3. ഇനി ഇവിടെ ഫസ്റ്റ് കേസ് ഒരു അമോണിയം നൈട്രേറ്റ് മോളിക്യൂൾ ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുക. മോളിക്യുലാരിറ്റി 1 ആണ്. അതിനെ പറയാം യൂണി മോളിക്യുലർ റിയാക്ഷൻ. യൂണി മോളിക്യുലർ റിയാക്ഷൻ. ഇനി ഇവിടെ ഒരു മോളിക്യൂൾ ആണ്, അപ്പോൾ ഡീകമ്പോസിഷൻ ആണ് നടക്കുക. ഇനി രണ്ടാമത്തെ കേസിൽ ഹൈഡ്രജൻ അയോഡൈഡ്. ഇവിടെ 2 ഹൈഡ്രജൻ അയോഡൈഡ് മോളിക്യൂൾസ് തമ്മിൽ കൊളീഷൻ നടത്തുന്നു, സൈമൾട്ടേനിയസ് കൊളീഷൻ നടത്തുന്നു. 2 ഹൈഡ്രജൻ അയോഡൈഡ് മോളിക്യൂൾസ് സൈമൾട്ടേനിയസ് കൊളീഷൻ നടത്തി പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ മോളിക്യുലാരിറ്റി 2 ആണ്. Then it is a bimolecular reaction. Bimolecular reaction. മോളിക്യുലാരിറ്റി 3 ആണ്. 3 മോളിക്യൂൾസ് ആണ് കൊളൈഡ് ചെയ്യുക. 3 മോളിക്യൂൾ സൈമൾട്ടേനിയസ് ആയിട്ട് കൊളീഷൻ നടത്തുന്നു. And here the molecularity 3. Then trimolecular reaction. Trimolecular reaction. മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഒരു എലമെന്ററി റിയാക്ഷൻ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും അതിന്റെ മോളിക്യുലാരിറ്റി എത്രയാണ്. എന്നാൽ ഓർഡർ ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. എക്സ്പെരിമെന്റ് നടത്തിയാണ് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് കോംപ്ലക്സ് റിയാക്ഷൻ. കൺസിഡർ ദി റിയാക്ഷൻ KClO3 plus 6FeSO4 plus 3H2O gives KCl plus 3Fe2SO4 thrice plus 3H2O. ഇനി ഈ റിയാക്ഷന്റെ മോളിക്യുലാരിറ്റി നോക്കിയേ. എത്ര മോളിക്യൂൾസ് ആണ് ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? 1 plus 6 plus 3, അതായത് 10 റിയാക്ടന്റ് സ്പീഷീസ് ആണ്. അപ്പോൾ ഈ 10 റിയാക്ടന്റ് സ്പീഷീസ് തമ്മിൽ സൈമൾട്ടേനിയസ് കൊളീഷൻ നടത്താനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു എലമെന്ററി റിയാക്ഷൻ, ദാറ്റ് ഈസ് ദി റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ഒരൊറ്റ സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുക. ഇവിടെയോ 10
മോളിക്യൂൾസ് ഉണ്ട്. ഈ 10 മോളിക്യൂൾസും ഡിഫറെന്റ് ഡയറക്ഷനിൽ സൈമൾട്ടേനിയസ് കൊളീഷൻ നടത്താനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്, വളരെ റെയർ ആണ്. അതുകൊണ്ട് ആ റിയാക്ഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പിലല്ല നടക്കുക, ഒന്നിലധികം സ്റ്റെപ്പിലാണ്. The reactions which takes place in more than one step in a number of steps is called complex reaction, and each step is called an elementary reaction. അതായത് 3 മോളിക്യൂൾസിൽ കൂടുതൽ റിയാക്ടന്റ് സ്പീഷീസ് ഉണ്ടെങ്കിൽ, if the number of reactant species 3ൽ കൂടുതലാണെങ്കിൽ അവിടെ സൈമൾട്ടേനിയസ് കൊളീഷൻ പോസിബിൾ അല്ല. അതായത് അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഒരു സിംഗിൾ സ്റ്റെപ്പിലല്ല റിയാക്ഷൻ നടക്കുക, റിയാക്ഷൻ ഡിഫറെന്റ് സ്റ്റെപ്സിലാണ് നടക്കുന്നത്. ഓരോ സ്റ്റെപ്പിനെയും എലമെന്ററി സ്റ്റെപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഓരോ എലമെന്ററി സ്റ്റെപ്പിലും സൈമൾട്ടേനിയസ് കൊളീഷൻ നടക്കുന്നു. Another example, the decomposition of hydrogen peroxide in presence of iodide catalyst and alkaline medium. 2H2O2 in presence of iodide catalyst gas in alkaline medium gives 2H2O plus O2. Then, കാണുമ്പോൾ നമുക്കൊരു എലമെന്ററി റിയാക്ഷൻ ആയി തോന്നുമെങ്കിലും ആക്ച്വലി അതൊരു സിംഗിൾ സ്റ്റെപ്പിലല്ല ഈ റിയാക്ഷൻ നടക്കുക. ഈ റിയാക്ഷൻ 2 സ്റ്റെപ്പിലാണ് നടക്കുക. That means it is a complex reaction. അതായത് ഇതൊരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. ഇത് ഒന്നിലധികം സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇനി റിയാക്ഷൻ എപ്രകാരമാണ് നടക്കുന്നത്? The description of the reaction is called mechanism of a reaction. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഈ പർട്ടിക്കുലർ റിയാക്ഷൻ 2 സ്റ്റെപ്പിലാണ് നടക്കുക. അപ്പോൾ ഫസ്റ്റ് the H2O2 plus I minus gives H2O plus IO minus. ഇനി ഈ IO മൈനസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആണ്. അതായത് ഒരു റിയാക്ഷന്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റിനെയാണ് ഇന്റർമീഡിയറ്റ് എന്ന് പറയാം. ഇനി I മൈനസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കാറ്റലിസ്റ്റ് ആണ്, അയഡൈഡ് കാറ്റലിസ്റ്റ്. ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാണ്, ആ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് H2O2 പ്ലസ് IO മൈനസ്, അതായത് ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ വന്നത് ഇവിടെ കൺസ്യൂം ചെയ്യാണ്, റിയാക്ഷൻ കഴിയുമ്പോൾ അതുണ്ടാവില്ല. Then gives H2O plus I minus plus O2. ഇനി ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ എങ്ങനെ വരും? ഈ IO മൈനസ് ക്യാൻസൽ ചെയ്തു പോകും, I മൈനസ് ക്യാൻസൽ ചെയ്യും. അപ്പൊ എങ്ങനെ വരും? 2H2O2 gives 2H2O plus O2. ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്തു പോകും. ഇതാണ് ഓവറോൾ റിയാക്ഷൻ. പക്ഷേ ആ പെർട്ടിക്കുലർ റിയാക്ഷൻ 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റെപ്സ് വരുമ്പോൾ അതിന്റെ എല്ലാം സ്പീഡ് ഒരേപോലെ അല്ല, ഡിഫറെന്റ് സ്പീഡ് ആയിരിക്കും. And here in this case, the first one, there is a slow step. The second one, faster. അതായത് ഈ ഡിഫറെന്റ് സ്റ്റെപ്സും ഡിഫറെന്റ് സ്പീഡിലായിരിക്കും. അതിൽ ഏതാണോ സ്ലോവസ്റ്റ്, ദാറ്റ് ഈസ് ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഏതാണോ സ്ലോ സ്റ്റെപ്പ് അതിനെ ബേസ് ചെയ്തായിരിക്കും റേറ്റ്. അതായത് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഈസ് ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഫാമിലിയില്, അതായത് നിങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടെ ഒരു സ്ഥലത്തേക്ക് നടന്നു പോവാണ്. എല്ലാവരും നടന്നാണ് പോകുന്നത്. ആ ഗ്രൂപ്പിൽ പല പ്രായത്തിലുള്ളവരുണ്ടാവും. അപ്പോൾ പലരും പല സ്പീഡിലായിരിക്കും. അതിലൊരു ചെറിയ കുട്ടിയുണ്ടെന്ന് വെക്കുക, 1 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി. ആ കുട്ടിയും നടന്നാണ് പോകുന്നത്. നമുക്കറിയാം എങ്ങനെയായിരിക്കും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോരോ സ്റ്റെപ്പുകൾ പതുക്കെ വെച്ചാണ് പോവുക. അപ്പോൾ ഈ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണോ സ്ലോ ആയിട്ടുള്ളത് ആ ആളാണ്. ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഈസ് ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായല്ലോ? അപ്പം ഹോൾ ഈ റിയാക്ഷന്റെ സ്പീഡ് ഡിപെൻഡ് ചെയ്യുന്നത്, ഈ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ ഈ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് തന്നെയായിരിക്കും ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യാം. സ്ലോവസ്റ്റ് സ്റ്റെപ്പിലാണ് ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ നടക്കുന്നതും. അത് തന്നെയാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ ഓർഡറും മോളിക്കുലാരിറ്റിയും ഈ പെർട്ടിക്കുലർ റിയാക്ഷനെ ഡിപെൻഡ് ചെയ്തായിരിക്കും.
In this case, the order of the reaction that is 1. അതായത് it is an experimental quantity. ഇവിടെ order 1 ആണ് വരിക. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് അവിടെയാണ് ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ നടക്കുക. അതാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ആ റിയാക്ഷൻ ആ സ്റ്റെപ്പിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓർഡറും മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റി എങ്ങനെ വരും? ഇവിടെ 2 മോളിക്യൂൾസ് ആണ്. അപ്പോൾ ബൈ മോളിക്കുലർ റിയാക്ഷൻ H2O2 and I-. അപ്പൊ 2 പാർട്ടിക്കിൾസ് ആണ് കൊളിഷൻ നടത്തുക. ബൈ മോളിക്കുലർ റിയാക്ഷൻ. ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിലും 2 പാർട്ടിക്കിൾസ് തന്നെയാണ്. രണ്ടും ബൈ മോളിക്കുലർ റിയാക്ഷൻസ് തന്നെയാണ്. അപ്പോൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാണോ അതായിരിക്കും റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. മനസ്സിലായല്ലോ? That means rate is equal to K into concentration of H2O2 into concentration of I-, and here the order is equal to 1. That is an experimental quantity. Molecularity, and here the molecularity that is 2. മനസ്സിലായല്ലോ? The order is applicable to both elementary and complex reaction, but the molecularity is applicable only in the case of elementary reaction. അപ്പോൾ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ആണെങ്കിൽ അതിൽ ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ടാവും. ആ ഓരോ സ്റ്റെപ്പിനെയും each step is considered as each step in the complex reaction is considered as an elementary reaction. ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് 0 ആവാം, ഹോൾ നമ്പർ ആവാം, ഫ്രാക്ഷൻ ആവാം. എന്നാൽ the molecularity must be a whole number. അതായത് ഒരു മോളിക്യൂലാരിറ്റി ഒരു ഹോൾ നമ്പർ വാല്യൂ മാത്രമായിരിക്കും. It cannot be 0. 0 ആവാൻ പറ്റുമോ? എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന പാർട്ടിക്കിൾ ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ 0 ആവാൻ കഴിയോ? അപ്പൊ കെമിക്കൽ റിയാക്ഷൻ നടക്കുമോ? അപ്പോൾ അതേപോലെ ഒരു ഫ്രാക്ഷൻ പോസിബിൾ അല്ല. ഇറ്റ് ഈസ് ഓൾവേസ് എ ഹോൾ നമ്പർ. The next one, pseudo order reaction. The reactions which appear to be of higher order but actually follow lower order kinetics. അതായത് ഹയർ ഓർഡർ ആണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആക്ച്വലി ലോവർ ഓർഡർ കൈനറ്റിക്സ് ആണെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷനാണ് പറയാ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. ഇനി ഇവിടെ നോക്കിയേ, ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഏതാണ് പ്രോഡക്റ്റ്? CH3COH plus C2H5OH. മനസ്സിലായില്ലേ? CH3 COOH acid plus alcohol C2H5OH. Then here the rate of the reaction is equal to K into concentration of CH3COOH C2H5. The rate of a reaction depends only on the concentration of the ester, not on water. അതായത് വാട്ടറിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എസ്റ്ററിന്റെ കോൺസെൻട്രേഷനെ മാത്രമാണ് റിയാക്ഷൻ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Because the water present in excess amount and it remains as a constant. അപ്പോൾ എന്താണ് ഇവിടെ ഓർഡർ എത്രയാണ് വരിക? ഓർഡർ 1 ആണ്. ഹയർ ഓർഡർ എന്ന് തോന്നുമെങ്കിലും ആക്ച്വലി അതിന്റെ ഓർഡർ 1 ആണ്. Another example, the inversion of cane sugar. That is, here also one is cane sugar, that is C12H22O11, and the other one water. Here also the rate depends only on the concentration of cane sugar. It does not depend upon water because it is present in excess amount, large amount. Then it is a constant. അതുകൊണ്ട് അത് കെയിൻ ഷുഗറിന്റെ കോൺസെൻട്രേഷനെ മാത്രമാണ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. And here the order that is equal to 1. It is an experimental quantity and it is the order is equal to 1. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോളിക്കുലാരിറ്റി, അതേപോലെ എലമെന്ററി റിയാക്ഷൻ, കോംപ്ലക്സ് റിയാക്ഷൻ, സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായി പഠിക്കുക. റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.